അതേസമയം നേരത്തെ രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നേരത്തെ നടത്തിയിരുന്നു പി ജെ കുര്യൻ. എന്നാൽ മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് അയോഗ്യതയില്ല എന്നാണ് താൻ ഉദ്ദേശിച്ചത് എന്നാണ് പി ജെ കുര്യൻ പറഞ്ഞത്. മഞ്ജുഷിലേക്ക് തന്നെ പോകുമ്പോൾ, മഞ്ജുഷ, നമുക്ക് അല്പസമയത്തിനകം ആ പ്രതികരണം പ്രേക്ഷകർക്ക് നേരിട്ട് എത്തിക്കാമെങ്കിലും മഞ്ജുഷുമായി സംസാരിച്ചപ്പോൾ, കാരണം നേരത്തെ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ അത് പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ തന്നെ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. സർക്കാർ അധികാരത്തിൽ വരുന്നുവെങ്കിൽ അവിടെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാകും, ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ചെന്നിത്തല പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല, ചെന്നിത്തലയാകുമെന്ന് ഉറപ്പിച്ച് പറയുന്ന സാഹചര്യം. അതുമാത്രവുമല്ല, കെ സുധാകരൻ നേരത്തെ ചെന്നിത്തലയെക്കുറിച്ച് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ തലപ്പത്താര് എന്നത് സംബന്ധിച്ച് നേതാക്കൾക്കിടയിലൊക്കെ ഈ ഭിന്നാഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. അത് ഒരു പരിധിവരെയെങ്കിലും ഈ കോൺഗ്രസ്സുകാരെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുമിച്ച് നിന്ന് ജയിക്കുക, അതിനുശേഷം മുഖ്യമന്ത്രി എന്നതിലേക്കൊക്കെ പോവുക എന്ന് കോൺഗ്രസിൻ്റെ അണികൾക്കൊക്കെ അഭിപ്രായമുണ്ട്. അതിനിടയിലാണല്ലോ ഈ നേതാക്കളുടെ പരാമർശം. പിന്നീട് എന്താണ് പി ജെ കുര്യൻ പറഞ്ഞത്? പി ജെ കുര്യൻ ആ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പറഞ്ഞ വാചകം നമ്മളെല്ലാവരും കേട്ടതാണ്. രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയാകാം. ഈ ഇരിക്കുന്ന രമേശ് ചെന്നിത്തല ഇനി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, വോട്ടെണ്ണി കഴിയുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാം. അപ്പോൾ തിരുവല്ലയിലെ UDF സ്ഥാനാർത്ഥിയായ വർഗീസ് മാമനും അദ്ദേഹത്തോടൊപ്പം അവിടെ ഉണ്ടായിരിക്കണം എന്ന് അണികളോട് ആഹ്വാനം ചെയ്യുന്ന രീതിയിലായിരുന്നു പി ജെ കുര്യൻ ആ പ്രസംഗം നടത്തിയത്. അവിടെ ഇപ്പോൾ സ്വാഭാവികമാണ് ഇക്കാര്യം, ഇത് രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്ന ആളുകൾ ഇത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അത് അങ്ങനെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. വലിയ പ്രചാരണമാണ് പി ജെ കുര്യൻ്റെ ആ വാക്കുകൾക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെയാണ് കെ സുധാകരൻ നടത്തിയ പരാമർശം, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന്. പക്ഷേ ഇപ്പോൾ പി ജെ കുര്യൻ അതിന് നൽകുന്ന വിശദീകരണം, ഞാനങ്ങനെ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണം എന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല, അല്ലാതെ രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ളയാളായി ഉള്ളൂ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. രമേശ് ചെന്നിത്തലയും ആകാം, അതായത് കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ പല ആളുകളുണ്ട്. അദ്ദേഹം പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാലിൻ്റെ പേരും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അതിൽ രമേശ് ചെന്നിത്തലയും ഉണ്ട് എന്നുള്ള കാര്യമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഓർക്കേണ്ട കാര്യം അഭിലാഷ്, ഇത്രയും കാര്യങ്ങൾ സൂചനയുടെ രൂപത്തിൽ മാത്രമേ നേതാക്കൾ പറയുകയുള്ളൂ. അവിടെ ആകാം എന്നാണ് അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അതിൽ വ്യക്തത വരുത്തി അത് വിശദീകരിക്കുവാനുള്ള അവസരവുമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ആകാമെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ കോൺഗ്രസിലെ കീഴ്വഴക്കവും രീതിയും അനുസരിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം MLA-മാരുടെ അഭിപ്രായം ഓരോരുത്തരെയായിട്ട് അവിടെ നിന്ന് വരുന്ന ഹൈക്കമാൻഡിൽ നിന്ന് വരുന്ന ഒബ്സർവർമാർ കേൾക്കും. അങ്ങനെ കേട്ടതിന് ശേഷം ആർക്കാണോ അതിൽ MLA-മാർ കൂടുതലായിട്ട് ആരുടെ പേര് പറയുമ്പോഴാണ് കൈപൊക്കിയത്, അതാണല്ലോ കൈപൊക്കി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതി, അപ്പോൾ തലയെണ്ണുന്ന രീതി. അപ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ MLA-മാർ ആർക്കൊപ്പമാണോ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാകുക എന്നുള്ള രീതി ഹൈക്കമാൻഡ് പിന്തുടരും. അതായിരിക്കും ഇത്തവണയും ഉണ്ടാകുന്നത് എന്ന് പി ജെ കുര്യൻ അതിന് വിശദീകരണം നൽകുകയാണ്. പക്ഷേ ഈ മുതിർന്ന നേതാക്കളിൽ പലരിൽ നിന്നും രമേശ് ചെന്നിത്തലയുടെ പേര് ആവശ്യത്തിനും അനാവശ്യത്തിനും മുഖ്യമന്ത്രി പദവിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്, അവരുടെ നാവിൽ നിന്ന് തന്നെ വരുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കെ സുധാകരൻ അത് ഉറപ്പിച്ചു പറയുമ്പോൾ പി ജെ കുര്യൻ ആകാം എന്ന് പറഞ്ഞു എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ മുതിർന്ന നേതാക്കളായ ഈ രണ്ടുപേരുടെയും മനസ്സിൽ അങ്ങനെ ഒരു കാര്യം തന്നെയാണ്, അത് വെളിയിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. പക്ഷേ ഇതിനകത്ത് പി ജെ കുര്യൻ, ഇപ്പോൾ ഞാൻ നേരിട്ട് പി ജെ കുര്യനുമായിട്ട് സംസാരിച്ചിരുന്നു. വെണ്ണിക്കുളത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അല്പസമയം മുമ്പ് പോവുകയും അദ്ദേഹവുമായി സംസാരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ, ഒരു അയോഗ്യത രമേശ് ചെന്നിത്തലയ്ക്ക് ഇക്കാര്യത്തിലില്ല എന്ന് വെച്ച് VD സതീശൻ അയോഗ്യനാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല, യോഗ്യതയില്ലാത്തയാളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. കോൺഗ്രസിലെ കീഴ്വഴക്കം എനിക്കറിയാം, അത് മറന്നുകൊണ്ട് ഞാൻ പറയുകയുമില്ല. പിന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഇനി രമേശ് ചെന്നിത്തലയെ ആയേ പറ്റൂ എന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ ഞാനത് പറയാൻ മടിക്കുകയില്ലായിരുന്നു എന്നും പി ജെ കുര്യൻ വിശദീകരണം നൽകുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് പൊളിറ്റിക്സിൽ ഈ ആരാണ് മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന കാര്യം ഇപ്പോഴും വലിയ ചർച്ചാ വിഷയമാണ്. അതിൽ രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും ഒക്കെ ഉണ്ട് എന്നുള്ള ഒരു ആശയക്കുഴപ്പമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനിയും വരും ദിവസങ്ങളിലും നേതാക്കളുടെ വായിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞോ അറിയാതെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, അതിനുള്ള സാധ്യതകളുമുണ്ട്. അഭിലാഷ്, യെസ്, അതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അതായത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ഘട്ടത്തിലടക്കം അറിയാം, അതായത് പല MPമാരും കേരളത്തിലേക്ക് തിരികെ വരാൻ ആഗ്രഹിച്ചിരുന്നു. അതിൽ തന്നെ കെ സുധാകരൻ വലിയ സമ്മർദ്ദമാണ് ചെലുത്തിയത്. KC വേണുഗോപാൽ മത്സരിക്കുമോ എന്ന സൂചനയുണ്ടായിരുന്നു. അപ്പോൾ KCയുടെയും ഒപ്പം രമേശ് ചെന്നിത്തലയുടെയും ഒപ്പം VD സതീശൻ്റെയും ഒക്കെ പേരുകൾ സജീവമായി പരിഗണിക്കപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം കമൻറ്റുകൾ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചുകൊണ്ടുള്ള പരാമർശത്തിൽ ഇപ്പോൾ വിശദീകരണം നൽകിയിരിക്കുകയാണ് പി ജെ കുര്യൻ. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് അയോഗ്യതയില്ല എന്ന തരത്തിൽ ആണ് താൻ പറഞ്ഞത് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അതേസമയം താൻ മുഖ്യമന്ത്രിയാകുമെന്ന അഭിപ്രായ പ്രകടനങ്ങളിൽ പ്രതികരിക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറായില്ല. മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ചർച്ചയാക്കേണ്ട സാഹചര്യം ഇല്ല എന്നായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് രമേശ് ചെന്നിത്തലയുടെ മറുപടി.
ഇതൊന്നും ഇപ്പം ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഇപ്പം നമ്മൾ ഗവൺമെന്റ് വരിക, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹം ഒരു പുതിയ ഗവൺമെന്റ് വരിക എന്നുള്ളതാണ്. അല്ല വേറെ ഒരു വിഷയം ചർച്ച ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.